നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികളെയും CNN BHS കെമിസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പാഠഭാഗം 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായത്തിലെ പോളാർ കോമ്പൗണ്ട്സ് അഥവാ പോളാർ സംയുക്തങ്ങൾ. ഇനി എന്താണ് പോളാർ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ പോളാർ സംയുക്തങ്ങൾ എന്ന് നമുക്ക് നോക്കാം. That means, so here polar compounds means compounds having partial electrical charges within the molecule are called polar compounds. That is, compounds having partial electrical charges within the molecule are called polar compounds. അതായത് ഒരു മോളിക്യൂളിലെ ഒരു തന്മാത്രയിലെ ഭാഗികമായ ചാർജ് ഉണ്ടെങ്കിൽ അത്തരം തന്മാത്രകളെ പോളാർ തന്മാത്രകൾ അല്ലെങ്കിൽ പോളാർ സംയുക്തങ്ങൾ എന്ന് പറയുന്നു. അതായത് ഭാഗികമായ ചാർജുള്ള സംയുക്തങ്ങളെ പറയുന്ന പേരാണ് പോളാർ സംയുക്തങ്ങൾ. Next, now we have to discuss how these partial charges are developed in a molecule or a compound. ഇനി നമുക്ക് ഒരു തന്മാത്രയിൽ അല്ലെങ്കിൽ ഒരു സംയുക്തത്തിൽ എങ്ങനെയാണ് ഭാഗികമായ ചാർജ് ഉണ്ടാകുന്നത്, രൂപീകൃതമാകുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുൻപായി ഇവിടെ എഴുതിയിട്ടുണ്ട് പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് H2O ജലം, HBr ഹൈഡ്രജൻ ബ്രോമൈഡ്, HCl hydrogen chloride, HF hydrogen fluoride, then NH3 ammonia. So listen again: water, hydrogen bromide, HCl hydrogen fluoride, ammonia. So here listen, here bromine, chlorine, fluorine, etc. are the elements belongs to 17th group. 17ാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ തുടങ്ങിയവ. അപ്പോൾ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക്, അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഇവയ്ക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ മൂലകങ്ങളാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ആണ് ഫ്ലൂറിൻ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവയിൽ ഉണ്ടാവുന്ന ബോണ്ട് രാസബന്ധനം എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് HCl ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഉണ്ടാവുന്ന രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് ഏതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഹൈഡ്രജൻ contain only 1 electron. Chlorine, the outermost shell, ബാക്കി ഷെല്ലിലെ 7 ഇലക്ട്രോൺ ക്ലോറിന്. അപ്പോൾ ഹൈഡ്രജൻ വരച്ചു, ക്ലോറിൻ വരച്ചു. ഇനി ഹൈഡ്രജനും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 1 pair of electrons are shared here. 1 pair of electrons are shared. ഇവിടെ ഒരു ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സാധാരണ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് Cl, അതായത് ഹൈഡ്രജൻ ഏകബന്ധനം ക്ലോറിൻ. അപ്പോൾ ഒരു പെയർ ഇലക്ട്രോണിനെ പങ്കുവയ്ക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ബോണ്ട് രാസബന്ധനം ഏതാണ്? കോവലന്റ് ബോണ്ടാണ്, സഹസംയോജിക ബന്ധനമാണ് നമ്മൾ മുൻപ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ സഹസംയോജിക ബന്ധനമാണ് ഹൈഡ്രജൻ ക്ലോറൈഡിലുള്ളത്, അതായത് HCl മോളിക്യൂള് ഏത് ബോണ്ടിങ് ആണ്? കോവലന്റ് ബോണ്ടിങ് ആണ്. ഇനി കോവലന്റ് ബോണ്ടിങ് ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് പാർഷ്യൽ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ മുൻപ് നോക്കിയിട്ടുണ്ട്, അയണിക് ബോണ്ടിലാണ് സാധാരണ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ എക്സാമ്പിളിൽ the force of attraction between oppositely charged ions like Na+ and Cl- ions. So there is no possibility of formation of charge in covalent bonding. സഹസംയോജക സംയുക്തത്തില് സാധാരണ രീതിയിൽ ഇങ്ങനെ ചാർജ് ഡെവലപ്പ് ചെയ്യാം, ചാർജ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ ഇവിടെ എങ്ങനെ ചാർജ് ഡെവലപ്പ് ചെയ്തു നമുക്ക് നോക്കാം. അപ്പോൾ ഡോട്ട് ഡയഗ്രം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹൈഡ്രജനും ക്ലോറിനും കൂടി ഒരു ജോഡി ഇലക്ട്രോണുകളെ ഇവിടെ പങ്കുവയ്ക്കുന്നു. ഇനി ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കുന്നു, അങ്ങനെ ഉണ്ടാവുന്ന സിംഗിൾ ബോണ്ട് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ഒന്ന് പരിശോധിക്കാം. ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ്: ഹൈഡ്രജൻ 2.20, ക്ലോറിൻ 3.16. അപ്പോൾ ഏതിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ളത്? ഉറപ്പായിട്ട് നമുക്കറിയാം ക്ലോറിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി മീൻസ് എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി it is the ability to attract the bonded pair of electron towards the nucleus. അതായത് പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ന്യൂക്ലിയസിന് അടുത്തേക്ക് ആകർഷിക്കാനുള്ള കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുമ്പോൾ ക്ലോറിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ എലമെന്റ്, അതായത് ക്ലോറിനാണ്
ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടിയ മൂലകം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ കൂടുതലായിട്ട് ക്ലോറിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ കൂടുതലായിട്ട് ക്ലോറിനടുത്തേക്ക് നീങ്ങി നിൽക്കുന്നു. അപ്പൊ ഹൈഡ്രജൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. ഹൈഡ്രജന്റെ ഇലക്ട്രോൺ കൂടുതലായി ക്ലോറിനടുത്തേക്ക് നീങ്ങി നിൽക്കുന്നു. അപ്പൊ അതായത് ഒരു ഇലക്ട്രോൺ ക്ലൗഡ്, ഇലക്ട്രോണിന്റെ മേഖല കോൺസെൻട്രേഷൻ കൂടുതൽ ഏത് ഭാഗത്താണ്? ക്ലോറിന്റെ അടുത്താണ്. സോ ക്ലോറിൻ ഗെറ്റ്സ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. അതുകൊണ്ട് ക്ലോറിന് ഭാഗികമായ നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു, ഹൈഡ്രജന് ഭാഗികമായ പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു. സാധാരണ എങ്ങനെയാണ് ആറ്റങ്ങൾക്ക് ചാർജ് ഉണ്ടാവുന്നത്? ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജും അതുപോലെ ആറ്റം ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ ഡൊണേറ്റ് ചെയ്യുന്നതും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, വിട്ടുകൊടുക്കുന്നു സ്വീകരിക്കുന്നുമില്ല. കാരണം ഇത് ഏത് ബോണ്ടിങ് ആണ്? സഹസംയോജക ബന്ധനമാണ്, അതായത് കോവലന്റ് ബോണ്ടിങ് ആണ്. ഇവിടെ ചാർജ് ഉണ്ടാവാനുള്ള കാരണം ഡ്യൂ ടു ദ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ക്ലോറിൻ ദ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺ attracts more towards the nucleus of chlorine. അതായത് പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ക്ലോറിന്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടിയതുകൊണ്ട് കൂടുതലായിട്ട് ക്ലോറിന്റെ ന്യൂക്ലിയസിന് അടുത്തേക്ക് ആകർഷിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഹൈഡ്രജന് ഭാഗികമായ പോസിറ്റീവ് ചാർജും ക്ലോറിന് ഭാഗികമായ നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു. That means due to the high electronegativity of chlorine, the bonded pair of electrons attracts more towards the nucleus of chlorine. So chlorine gains partial negative charge. That means delta minus. So hydrogen gains partial positive charge. That is delta plus. ഇത്തരത്തിൽ ഭാഗികമായ ചാർജുള്ള സംയുക്തങ്ങളെ പറയുന്ന പേരാണ് പോളാർ കോമ്പൗണ്ട്സ് അഥവാ പോളാർ സംയുക്തങ്ങൾ. ഇപ്പോൾ പോളാർ സംയുക്തങ്ങളുടെ എക്സാമ്പിൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ്? വാട്ടർ, HBr, HCl, HF ആൻഡ് NH3. ഇനി നമുക്ക് ഇതിൽ ഓരോന്നിലും എങ്ങനെയാണ് പാർഷ്യൽ ചാർജ് ഡെവലപ്പ് ചെയ്യുന്ന ഒന്നുകൂടെ നോക്കാം. അപ്പൊ അതിന് മുൻപായിട്ട് ഇതിലെ വാട്ടർ അതുപോലെ അമോണിയ, വാട്ടറിലും അമോണിയയും പോളാർ കോമ്പൗണ്ട്സ് പാർഷ്യൽ ചാർജ് രൂപപ്പെടാനുള്ള കാരണം അവയുടെ പ്രത്യേക ജിയോമെട്രിക്കൽ ഷേപ്പ് മൂലമാണ്. അതായത് അവയുടെ പ്രത്യേക ജ്യാമിതീയ ആകൃതിക്ക് അനുസരിച്ചിട്ടാണ് ജലത്തിലും അമോണിയയും പോളാർ സ്വഭാവം കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ എക്സാമ്പിൾസ് ഒന്നും കൂടെ വിശദമായിട്ട് പരിശോധിക്കാം. Water is a polar molecule. The basis of the peculiar features of water is its polar nature. Hence, it exists in the liquid state even though its molecular mass is low. The ability of water to dissolve many organic and inorganic compounds and thereby making it a universal solvent is also due to its polar nature. ജലം എന്ന് പറയുന്നത് ഒരു പോളാർ തന്മാത്രയാണ്. ജലത്തിൻ്റെ വിഭിന്ന സവിശേഷതകൾക്ക് അടിസ്ഥാനം അതിൻ്റെ പോളാർ സ്വഭാവമാണ്. പൊതുവെ മോളിക്കുലർ മാസ് കുറഞ്ഞിരുന്നിട്ടും ജലം ദ്രാവകാവസ്ഥയിൽ ആയിരിക്കാൻ കാരണം ഇതാണ്. കാർബണികവും അകാർബണികവുമായ അനേകം സംയുക്തങ്ങളെ ലയിപ്പിച്ച് സാർവിക ലായകമാകാൻ ജലത്തിന് കഴിയുന്നതിൻ്റെ കാരണവും ഈ പോളാർ സ്വഭാവം തന്നെ. ചിത്രത്തിൽ ജലത്തിന് പോളാർ സ്വഭാവത്തിന് കാരണമായ ജിയോമെട്രിക്കൽ ഷേപ്പ് എങ്ങനെയാണെന്ന് നൽകിയിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഹൈഡ്രജൻ ഓക്സൈഡ് അതായത് വാട്ടർ അല്ലെങ്കിൽ ജലതന്മാത്ര ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ മൂവ്സ് ടുവേർഡ്സ് ഓക്സിജൻ ദാറ്റ് ഡ്യൂ ടു ദ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ കമ്പയർസ് ടു ഹൈഡ്രജൻ. ഹൈഡ്രജനെ അപേക്ഷിച്ച് ഓക്സിജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയതുകൊണ്ട് ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ ഓക്സിജൻ്റെ അടുത്തേക്ക് കൂടുതലായി നീങ്ങുന്നു. അതുകൊണ്ട് ഹൈഡ്രജന് ഭാഗികമായ പോസിറ്റീവ് ചാർജും ഓക്സിജന് ഭാഗികമായ നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു. ഇനി അതിൻ്റെ പ്രത്യേക ആകൃതി ഒന്ന് നോക്കാം. If the central atom has one or more lone pair of electrons, it will distort the shape of the molecule making it polar. അപ്പോൾ ചിത്രത്തിൽ നോക്കുക. H2O എന്ന് പറയുമ്പോൾ ഹൈഡ്രജനുമായിട്ട് 2 ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഓക്സിജൻ സംയോജിക്കുന്നു. അതിലെ ബാക്കി കിടക്കുന്ന ഇലക്ട്രോണുകൾ അവയാണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇങ്ങനെയുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളാണ്
അവയ്ക്ക് പ്രത്യേക ആകൃതി ജോമെട്രിക്കൽ ഷേപ്പ് നൽകുന്നത്. അപ്പോൾ ഇതാണ് ജലതന്മാത്രയുടെ പോളാർ സ്വഭാവത്തിന് കാരണം. ചിത്രം നിരീക്ഷിക്കുക. അമോണിയയുടെ പോളാർ സ്വഭാവത്തിന് കാരണമെന്തെന്ന് നോക്കാം. നൈട്രജൻ ആറ്റത്തിൻ്റെ ബാഹ്യഷെല്ലിൽ 5 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പോൾ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് 3 ഇലക്ട്രോൺ കൂടി നൈട്രജൻ ആവശ്യമുണ്ട്. അപ്പോൾ നൈട്രജൻ ആറ്റം 3 ഹൈഡ്രജൻ ആറ്റവുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നു. 3 ഹൈഡ്രജനുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ 2 ഇലക്ട്രോണുകൾ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ ആയി നിൽക്കുന്ന 2 ഇലക്ട്രോണിനെയാണ് നമ്മൾ ലോൺ പെയർ ഇലക്ട്രോൺ എന്ന് പറയുക, ഏകാന്ത ജോഡി ഇലക്ട്രോണുകൾ. If the central atom has one or more lone pair of electrons, it will distort the shape of the molecule, making it polar. അപ്പോൾ ഇതുപോലെ സംയുക്തങ്ങളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ ആ തന്മാത്രയ്ക്ക് നിശ്ചിതമായ ജോമെട്രിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ജ്യാമിതീയ ആകൃതി നൽകുന്നു. ഈ ആകൃതിയാണ് അമോണിയയുടെ പോളാർ സ്വഭാവത്തിന് കാരണം. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് തന്മാത്രയുടെ പോളാർ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ചിത്രീകരണം ശ്രദ്ധിക്കുക. സോ ഹിയർ ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഫ്ലൂറിനാണ്. സോ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ഫ്രം ഹൈഡ്രജൻ ടു ഫ്ലൂറിൻ. ഇലക്ട്രോണുകൾ ഹൈഡ്രജനിൽ നിന്ന് ഫ്ലൂറിൻ അടുത്തേക്ക് നീങ്ങുന്നു. സോ ദ കോൺസിക്വൻറ്റ് ചാർജ് ഈസ് ഡെവലപ്ഡ്. In hydrogen, partial positive charge delta positive is developed. Then fluorine, partial negative charge delta negative is developed. So due to these partial charges, ഈ ഭാഗികമായ ചാർജ് ഉള്ളതുകൊണ്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് പോളാർ സ്വഭാവം കാണിക്കുന്നു. ദാറ്റ് ഈസ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഈസ് എ പോളാർ കോമ്പൗണ്ട് അഥവാ പോളാർ സംയുക്തമാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഓഫ് പോളാർ കോമ്പൗണ്ട് ഈസ് ഹൈഡ്രജൻ ബ്രോമൈഡ്. പോളാർ സംയുക്തത്തിനുള്ള അടുത്ത ഉദാഹരണമാണ് ഹൈഡ്രജൻ ബ്രോമൈഡ്. ഹൈഡ്രജൻ്റെ ബാഹ്യ ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. ബ്രോമിന് ബാഹ്യ ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജനും ബ്രോമിനും കൂടി കോവലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു. 1 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കുന്നു. ഡ്യൂ ടു ദ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ബ്രോമിൻ, 1 ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ attracts towards the nucleus of chlorine. So hydrogen gets partial positive charge and bromine gets partial negative charge. ബ്രോമിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണിനെ ബ്രോമിനടുത്തേക്ക് കൂടുതലായിട്ട് ആകർഷിക്കുന്നു. അതുവഴി ബ്രോമിന് ഡെൽറ്റ നെഗറ്റീവ് ഭാഗികമായ നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് ഡെൽറ്റ പോസിറ്റീവ് ഭാഗികമായ പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു. Okay. Now let us discuss the difference between ionic compounds and covalent compounds. അയോണിക സംയുക്തങ്ങളും സഹസംയോജക സംയുക്തങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, നോർമലി അയോണിക് കോമ്പൗണ്ട് എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. സാധാരണയായിട്ട് അയോണിക സംയുക്തങ്ങൾ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. കോവലന്റ് കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് സ്റ്റേറ്റ്. സഹസംയോജക സംയുക്തങ്ങൾ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് സോളിബിലിറ്റി. സോളിബിലിറ്റി എന്ന് പറയുമ്പോൾ ലേയത്വം. ലേയത്വം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ ലേയത്വം എന്ന് പറയുമ്പോൾ ജലത്തിൽ ലയിക്കുന്നതിനുള്ള കഴിവ്. അപ്പോൾ നോർമലി അയോണിക് കോമ്പൗണ്ട്സ് ആർ സോളിബിൾ ഇൻ വാട്ടർ. അയോണിക സംയുക്തങ്ങൾ വളരെ വേഗത്തിൽ ജലത്തിൽ ലയിക്കുന്നു. യൂഷ്വലി covalent compounds does not soluble in water, they soluble in organic solvent. കോവലന്റ് കോമ്പൗണ്ട്സ് അഥവാ സഹസംയോജക സംയുക്തങ്ങൾ ജലത്തിൽ ലയിക്കുന്നില്ല. പിന്നെ അവ ഏതിലാണ് ലയിക്കുന്നത്? സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ്. ഓർഗാനിക് ലായകങ്ങളിലാണ് സാധാരണയായിട്ട് സഹസംയോജക സംയുക്തങ്ങൾ ലയിക്കാറുള്ളത്. ഓർഗാനിക് ലായകങ്ങളാണ് മണ്ണെണ്ണ, കെറോസിൻ, മണ്ണെണ്ണ, അതുപോലെ ബെൻസീൻ, കാർബൺ ടെട്രാക്ലോറൈഡ്, CCl4. ഇവയൊക്കെ ഏത് ഉദാഹരണങ്ങളാണ്? ഓർഗാനിക് ലായകങ്ങളാണ്. ഈ ഓർഗാനിക് ലായകങ്ങളിലാണ് സാധാരണയായിട്ട് കോവലന്റ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സഹസംയോജക സംയുക്തങ്ങൾ ലയിക്കുന്നത്. നെക്സ്റ്റ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. യൂഷ്വലി അയോണിക് കോമ്പൗണ്ട്സ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്സ്. അയോണിക സംയുക്തങ്ങൾ സാധാരണ അക്വസ് എന്ന് പറയുമ്പോൾ എന്താണ്? ജലത്തിൽ ലയിപ്പിച്ച അവസ്ഥ. ജലത്തിൽ ലയിപ്പിച്ച അവസ്ഥയിലും
മോൾട്ടൺ സ്റ്റേറ്റ്. മോൾട്ടൺ എന്ന് പറഞ്ഞാൽ ഉരുകിയ അവസ്ഥയിലും സാധാരണയായിട്ട് വൈദ്യുതി കടത്തിവിടുന്നു. സോ ഹിയർ കോവലന്റ് കോമ്പൗണ്ട്സ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സഹസംയോജിത സംയുക്തങ്ങൾ സാധാരണയായിട്ട് വൈദ്യുതിയെ കടത്തിവിടാറില്ല. നെക്സ്റ്റ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് ആർ ഹൈ. അയോണിക സംയുക്തങ്ങളുടെ മെൽറ്റിംഗ് പോയിന്റ് ദ്രവനിലയും ബോയിലിംഗ് പോയിന്റ് തിളനിലയും സാധാരണ കൂടുതലായിരിക്കും. കോവലന്റ് കോമ്പൗണ്ട്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് യൂഷ്വലി ലോ, സാധാരണ കുറവായിരിക്കും. ഇപ്പോൾ 2 എക്സാമ്പിൾ കൂടി എഴുതിയില്ല. അയോണിക് കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സോഡിയം ക്ലോറൈഡ്, ഉപ്പ്. ആ ഉപ്പിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഉപ്പ് ഏതവസ്ഥയിലാണ്? സോളിഡ് സ്റ്റേറ്റിൽ. പിന്നെ വളരെ എളുപ്പത്തിൽ ജലത്തിൽ ലയിക്കുന്നു. അപ്പോൾ മോൾട്ടൺ NaCl ഉപ്പിന്റെ ഉരുകിയ രൂപത്തിലും അതുപോലെ ഉപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ചത് സോൾട്ട് വാട്ടറും വളരെ ഈസി ആയിട്ട് വൈദ്യുതിയെ കടത്തിവിടുന്നു. അപ്പോൾ NaClന്റെ അതുപോലെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലാണ്. പിന്നെ കോവലന്റ് കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് വാക്സ്. വാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മെഴുക് അല്ലേ? അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? ഇവിടെ സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലേ? ചൂടാക്കി കഴിഞ്ഞാൽ ഏതായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. പിന്നെ വെള്ളത്തിൽ ഒരിക്കലും മെഴുകി ലയിക്കില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കോവലന്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള വാക്സ് ഏതിലാണ് ലയിക്കുന്നത്? ഓർഗാനിക് സോൾവെന്റിൽ. പിന്നെ അതൊരിക്കലും വൈദ്യുതിയെ കടത്തിവിടില്ല. അപ്പോൾ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. കാരണം എന്താ? ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോഴേക്കും മെഴുക് ഉരുകുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. ഇനി അയോണിക സംയുക്തങ്ങളുടെയും സഹസംയോജക സംയുക്തങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ സയൻസ് ഡയറിയിൽ കുറിപ്പായിട്ട് എഴുതണം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പാഠഭാഗം പോളാർ കോമ്പൗണ്ട്സ്, പോളാർ സംയുക്തങ്ങൾ എന്താണ്, പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്താണ്, പിന്നെ അയോണിക സംയുക്തങ്ങളും സഹസംയോജക സംയുക്തങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണ്. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി പാഠഭാഗം അടുത്ത ക്ലാസ്സിൽ.